പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം നല്ല സിനിമകളാണെങ്കിൽ ആളുകൾ ഒരു വേർഡ് ഓഫ് മൗത്ത് വഴി അല്ലെങ്കിൽ അങ്ങനത്തെ പ്രചാരണം വഴി മാത്രം കണ്ട് വിജയിപ്പിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ഇത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ നല്ല സിനിമ മോശം സിനിമ അങ്ങനെയല്ല. അതായത് നിങ്ങൾ ഏത് സിനിമ എടുത്തോളൂ, ഏത് സിനിമ എടുത്തോളൂ, ഈ അറ്റ് പ്രസൻ്റ്ലി ഇൻ 2026 ഒരു സിനിമ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ബുക്ക് മൈ ഷോയിൽ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് 100-150 ടിക്കറ്റുകൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ബുക്ക് ചെയ്യും. അത് ബോബി ഒന്ന് തിയേറ്ററിൽ പോയിട്ട് നോക്കാം, ചിലപ്പോൾ ഓഡിയൻസ് ബേസിൽ 10 ആളോ 12 ആളെ ഉണ്ടാവുള്ളൂ പടം കാണാൻ. പക്ഷെ മാസമായിട്ട് ബുക്ക് ചെയ്യും. ഇതല്ല ഈ 150-200 ആൾ തിയേറ്ററിൽ വന്ന് കണ്ടു. നമ്മളൊക്കെ ഒരുപാട് സിനിമ തിയേറ്റർ ബ്ലാക്കിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി സിനിമ കണ്ട ആളാണ് ഞാൻ. അപ്പം സിനിമയെ ഇത് നശിപ്പിക്കുകയാണ്. ഈ ഒരു ടെൻഡൻസി എല്ലാവരും ഒന്ന് മാറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇവർ ചെയ്യുന്നത്? ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇത്രയും വലിയൊരു ടിക്കറ്റ് അവർ കളക്ഷൻ കൊണ്ട് എടുക്കുന്നത്, ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ആ സിനിമ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടോ, വിജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ല, അത് 1-2 പാർട്ടികൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് അത് ഇങ്ങനെ ഒരു ചെയിനായിട്ട് ഇങ്ങനെ തുടർന്ന് പോരുന്നേ ഉള്ളൂ. ആരോ ഒരാൾ തുടങ്ങി വെച്ചു, അത് ആരാന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.